രണ്ടാം വർഷ VHSC വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ പ്രാധാന്യം, പ്രോസസ് ഓഫ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നമ്മൾ പഠിച്ചത്? ലോങ് ടേം പ്രോജക്റ്റുകളിലേക്ക് അല്ലെങ്കിൽ ദീർഘകാല പദ്ധതികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും തീരുമാനിക്കേണ്ടത്? അപ്പൊ നമ്മൾ ഏത് പ്രോജക്റ്റ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. എന്താണ് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്? പ്രധാനമായും രണ്ട് മെത്തേഡുകളാണ് നമുക്കുള്ളത്. ഒന്ന് ട്രഡീഷണൽ മെത്തേഡ്, രണ്ട് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്. എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് മെത്തേഡ് ഏതൊക്കെയാണ്? ട്രഡീഷണൽ മെത്തേഡും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡും. അതൊന്ന് ട്രഡീഷണൽ മെത്തേഡ്, നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളെ പറയുന്നവരാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. അതിലെ ഒന്നാമത്തെ പോയിന്റാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് രണ്ടായിട്ട് ഇരിക്കുന്നു, ട്രഡീഷണൽ മെത്തേഡ് എന്നും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് എന്നും. അതിലൊന്നാമത്തെ മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡ്. അതിലൊന്നാമത്തെ പോയിന്റാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. പേ ബാക്ക് പീരീഡിന്റെ മെത്തേഡിന്റെ മറ്റൊരു പേരാണ് പേ ഓഫ് പീരീഡ് അല്ലെങ്കിൽ പേ ഔട്ട് പീരീഡ് എന്നും പറയും. എന്തായിരിക്കും പേ ബാക്ക് പീരീഡ് മെത്തേഡ്? പേ ബാക്ക് പീരീഡ് ഇസ് എ പീരീഡ് വിത്തിൻ വിച്ച് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി റിസീവ്ഡ് ബാക്ക്. നമ്മുടെ ഒരു ലോങ് ടൈം പ്രോജക്റ്റിലേക്ക് നമ്മൾ തുക നിക്ഷേപിച്ചാൽ ആ തുക എത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ എത്ര കാലയളവ് കൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റും എന്ന് തീരുമാനിക്കുന്ന മെത്തേഡിനെ പറയുന്നവരാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. എന്താ പറയുന്ന, നമ്മളൊരു അസറ്റ് വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു പദ്ധതിയിലേക്ക് എമൗണ്ട് നിക്ഷേപിക്കുന്നു, ആ എമൗണ്ട് എത്ര കാലയളവ് കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്നു ഉള്ള ഒരു കാര്യമാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡിലൂടെ നമ്മൾ നോക്കുന്നത്. പ്രധാനമായും പ്രോഫിറ്റബിലിറ്റി എന്ന ഒരു ആസ്പെക്ട് മാത്രമാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റ് നമ്മൾ അതാത് വർഷം കിട്ടുന്ന പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലോ കണക്കാക്കുന്നത് ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ റിഡക്ഷൻ ഓഫ് ടാക്സ്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കിട്ടുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. നമുക്കിവിടെ വേണ്ട പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതിന് മുമ്പും ടാക്സ് കുറച്ചതിന് ശേഷവും മാത്രമുള്ള പ്രോഫിറ്റ് ആയിരിക്കും നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ അതിന് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല പേ ബാക്ക് പീരീഡ് മെത്തേഡ്, പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. എന്താണ് ടോട്ടൽ കോസ്റ്റ്? നമ്മളൊരു പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഒരു അസറ്റിന് വേണ്ടി എത്ര രൂപ ചെലവാക്കി, അതാണ് ടോട്ടൽ കോസ്റ്റ്. എന്താണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ? ആ വർഷം ആ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് എത്ര മാത്രം വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പേ ബാക്ക് പീരീഡ് മെത്തേഡ് അനുസരിച്ച് ഏത് പ്രോജക്റ്റ് സ്വീകരിക്കണം, ഏത് പ്രോജക്റ്റ് റിജക്ട് ചെയ്യണം എന്നുള്ള ഒരു മാനദണ്ഡമുണ്ട്. നമ്മൾ ഒന്നുകിൽ മാനേജ്മെന്റ് ഒരു കട്ട് ഓഫ് പീരീഡ് നിശ്ചയിക്കും. 10 വർഷം. 10 വർഷത്തിൽ കൂടുതലുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്കത് വേണ്ട. 10 വർഷത്തിൽ താഴെയുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. അപ്പൊ 10 വർഷത്തിൽ താഴെയുള്ള 1-2 പ്രോജക്റ്റ് നമുക്ക് വന്നാല ഏറ്റവും കുറച്ച് കാലം കൊണ്ട് നമുക്ക് എമൗണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന പ്രോജക്റ്റുകൾ മാത്രമേ പേ ബാക്ക് പീരീഡ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ സ്വീകരിക്കുള്ളൂ. അപ്പൊ ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞാൽ പേ ബാക്ക് പീരീഡ് എന്ന് വെച്ചാൽ ദ പീരീഡ് വിത്തിൻ വെച്ച് ദ എൻറ്റയർ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി റിസീവ്ഡ് ബാക്ക്. നമ്മൾ ചെലവാക്കിയ തുക എത്ര കാലം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഇതിലൂടെ നോക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് വാർഷികം കിട്ടുന്ന വരുമാനം, പ്രോഫിറ്റ് നോക്കുമ്പോൾ ഡിപ്രീസിയേഷന് മുമ്പുള്ളതും ടാക്സ് കഴിഞ്ഞിട്ടുള്ളതും കാര്യങ്ങൾ ആ പ്രോഫിറ്റ് മാത്രമേ എടുക്കുള്ളൂ. പ്രോഫിറ്റ് പേ ബാക്ക് പീരീഡിന്റെ ഫോർമുല എന്താണ് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അപ്പൊ നമുക്കിനി ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം. ഒരു പ്രോജക്റ്റിന്റെ കോസ്റ്റ് 20 ലക്ഷമാണ്. അതിന് കിട്ടുന്ന പ്രോഫിറ്റ് 3 ലക്ഷമാണ്. ഈ പ്രോഫിറ്റിന്റെ പ്രത്യേകത ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ബിഫോർ ടാക്സ് ആണ്. ഡിപ്രീസിയേഷന്റെ
റേറ്റ് 12%, ടാക്സ് റേറ്റ് 50%. ശ്രദ്ധിക്കുക, നമ്മുടെ ഒരു പ്രോജക്റ്റിന് ചിലവായ തുക 30 ലക്ഷം, 30 lakh. അതിന് കിട്ടിയ പ്രോഫിറ്റ് 3 lakh, 20 lakh, പ്രോഫിറ്റ് 3 lakh. പ്രോഫിറ്റിന്റെ പ്രത്യേകത ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ബിഫോർ ടാക്സ് ആണ്. നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് കിട്ടുന്ന പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ പ്രോഫിറ്റ് എങ്ങനെയുള്ളതായിരിക്കണം? ഡിപ്രീസിയേഷന് മുന്നുള്ളതും ടാക്സ് കഴിഞ്ഞിട്ടുള്ളതുമായിരിക്കണം. അപ്പൊ ഇവിടെ തന്നേക്കുന്നത് ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടും ടാക്സിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മള് യഥാർത്ഥ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കുക, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 3 ലക്ഷം. നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് കുറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. ലെസ് ടാക്സ് എത്ര ശതമാനമാണ്? 50%. ടാക്സ് എപ്പോഴും കണ്ടുപിടിക്കുന്ന പ്രോഫിറ്റിനായിരിക്കും. അപ്പം 3 ലക്ഷത്തിന്റെ 50%, 1,50,000. അപ്പൊ 3 ലക്ഷത്തിൽ നിന്ന് 1,50,000 പോകുമ്പോൾ 1,50,000 എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇനി എന്താണ് പറഞ്ഞത്? ബിഫോർ ഡിപ്രീസിയേഷൻ. ഇവിടെ തന്നേക്കുന്നത് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ്. എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ മുമ്പേ ഉള്ള എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പം ആഡ് ഡിപ്രീസിയേഷൻ എത്ര? 12%. ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കുന്നത് ഏതിനാണ്? അസറ്റിനാണ്. അപ്പൊ ഇവിടെ അസറ്റിന്റെ എമൗണ്ട് 20 ലക്ഷമാണ്. 20 ലക്ഷത്തിന്റെ 12% നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. 2.5 ലക്ഷം രൂപ. 20 ലക്ഷത്തിന്റെ 12% 2.5 ലക്ഷം. 1,50,000 കൂടി 2,50,000 കൂട്ടിയാൽ 4 ലക്ഷം. ഇതാണ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ്. മനസ്സിലായല്ലോ? അപ്പം ആദ്യം ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ബിഫോർ ടാക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ആദ്യം കുറയ്ക്കണം. 3 ലക്ഷത്തിന്റെ 50% 1,50,000 കുറയ്ക്കുമ്പോൾ 1,50,000 കിട്ടും. ഇനി എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ കൂട്ടണം. ഡിപ്രീസിയേഷൻ നമ്മൾ കണക്കാക്കുന്ന അസറ്റിനാണ്. അസറ്റിന്റെ വില 20 ലക്ഷമാണ്. 20 ലക്ഷത്തിന്റെ 12% 2,50,000. അപ്പോൾ 1,50,000 കൂടി 2,50,000 കൂട്ടുമ്പോൾ 4 ലക്ഷം കിട്ടും. അപ്പൊ നമ്മൾ പേ ബാക്ക് പീരീഡിന്റെ ഫോർമുല എന്താ? പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ടോട്ടൽ കോസ്റ്റ് എത്ര? 20 ലക്ഷം. ക്യാഷ് ഇൻഫ്ലോ എത്ര? 4 ലക്ഷം. 20 ലക്ഷത്തിന് 4 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും 5 5 years. മനസ്സിലായല്ലോ? നമ്മുടെ പേ ബാക്ക് പീരീഡ് എത്രയുടെ ഫോർമുല? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ടോട്ടൽ കോസ്റ്റ് നമ്മുടെ ഈ പ്രോജക്റ്റിന് ചിലവായ തുക എത്രയാണ്? 20 ലക്ഷം. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചു, 4 ലക്ഷം കണ്ടുപിടിച്ചു. അപ്പം 20 ലക്ഷത്തിന് 4 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 ആൻസർ കിട്ടും. അപ്പൊ 5 വർഷം, അതായത് ഈ 20 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ 5 വർഷം കൊണ്ട് ഈ 20 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് 2 പ്രോജക്റ്റുകളാണ് കമ്പനിയുടെ മുന്നിലുള്ളത്. പ്രോജക്റ്റ് എയും പ്രോജക്റ്റ് ബിയും. പ്രോജക്റ്റ് എയുടെ കോസ്റ്റ് 2 ലക്ഷവും പ്രോജക്റ്റ് ബിയുടെ കോസ്റ്റ് 3 ലക്ഷവുമാണ്. പ്രോജക്റ്റ് എയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആനുവൽ ക്യാഷ് ഇൻഫ്ലോ പ്രോഫിറ്റ് എത്ര? 40,000. പ്രോജക്റ്റ് ബിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം 80,000 ആണ്. അപ്പൊ ഈ സ്ഥാപനം ഏത് പ്രോജക്റ്റ് എ എന്ന പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണമോ അതായത് ബി എന്ന പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് ഫോർമുല നമുക്കറിയാം. പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. എ എന്ന് പറഞ്ഞ പ്രോജക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാ? 2 ലക്ഷം. അതിന്റെ ഇൻഫ്ലോ എത്രയാണ്? 40,000. ഇപ്പൊ 2 ലക്ഷത്തിന് 40,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും.
അപ്പം പ്രോജക്റ്റ് എ നമ്മൾ എടുക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് ഈ 2 ലക്ഷം രൂപ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. നമുക്ക് ബിയിലോട്ട് പോവാം. ബി ടോട്ടൽ കോസ്റ്റ് എത്ര? 3 ലക്ഷം. അതിന്റെ ഇൻഫ്ലോ എത്ര? പ്രോഫിറ്റ് എത്ര? 80,000. മൂന്നേ മുക്കാൽ വർഷം, അതായത് 3.75 ഇയേഴ്സ് വെച്ചാൽ 3.25 വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും. അപ്പൊ നമ്മൾ ആ തുടക്കത്തിലെ പറഞ്ഞ പേ ബാക്ക് പീരീഡ് എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പണം തിരിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ മുടക്ക് മുതൽ തിരിച്ചു കിട്ടുന്ന പ്രോജക്റ്റുകളായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പ്രോജക്റ്റ് എ എന്ന് വെച്ചാൽ 5 വർഷം കൊണ്ട് മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ. പ്രോജക്റ്റ് ബി ആണെങ്കിൽ 3.25 വർഷം കൊണ്ട് തന്നെ ഈ പ്രോജക്റ്റിന്റെ എമൗണ്ട് നമ്മൾ തിരിച്ചു കിട്ടും. അപ്പം ബി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആയിരിക്കണം ഈ സ്ഥാപനം അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ മൂന്നാമത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നത് വ്യത്യസ്തമായ ഒരു മെത്തേഡാണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച 2 കണക്കുകളിലും ഉള്ള പ്രത്യേകത എന്താണ്? എല്ലാ വർഷവും കിട്ടുന്ന ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം ആയിരിക്കും. ഇപ്പൊ തൊട്ട് മുന്നേ പഠിച്ച പ്രോജക്റ്റ് എയിൽ 40,000 എല്ലാ വർഷവും 40,000 ആണ്. പ്രോജക്റ്റ് ബിയിൽ 80,000 എല്ലാ വർഷവും 80,000 ആണ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത കണക്കിൽ 4 ലക്ഷം എന്ന് വെച്ചാൽ എല്ലാ വർഷവും, അതായത് എല്ലാ വർഷവും കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം എമൗണ്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാ പ്രോജക്റ്റുകളിലും നമ്മൾ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളിലും എല്ലാ വർഷവും ഒരേ ലാഭമായിരിക്കണം നിർബന്ധമുണ്ടാകും. ഇല്ല, വ്യത്യസ്തമായ വർഷങ്ങളിൽ വ്യത്യസ്തമായ എമൗണ്ടുകളായിരിക്കും ലാഭം വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ് ഇതിലൂടെ നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കിയോ, ഒരു പ്രോജക്റ്റിന്റെ കോസ്റ്റ് 1 ലക്ഷമാണ്. അതിന് വ്യത്യസ്തമായ വർഷങ്ങളിൽ കിട്ടുന്ന ലാഭങ്ങളാണ് തന്നേക്കുന്നത്. ആദ്യത്തെ വർഷം 30,000 രൂപ കിട്ടി, രണ്ടാമത്തെ വർഷം 20,000 രൂപ കിട്ടി, മൂന്നാമത്തെ വർഷം 20,000 രൂപ കിട്ടി, നാലാമത്തെ വർഷം 18,000 കിട്ടി, അഞ്ചാമത്തെ വർഷം 18,000 കിട്ടി, ആറാമത്തെ വർഷം 12,000 കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിത് വ്യത്യസ്തമായ ലാഭമായത് കൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിതൊന്ന് ഇല്ലാത്ത രീതിയിലൊന്ന് ചെയ്യേണ്ടി വരും. ആദ്യം ഇയർ ഏണിങ്സ്, ക്യുമുലേറ്റീവ് ഏണിങ്സ്. ഇതാണ് ക്യുമുലേറ്റീവ്. ഓരോ വർഷത്തെയും എമൗണ്ട് നമ്മൾ കൂട്ടി കൂട്ടി പോകേണ്ടി വരും. ഇപ്പൊ എത്ര വർഷം കൊണ്ട്? 6 വർഷം. 1, 2, 3, 4, 5, 6. അടുത്ത വർഷം 30,000, രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും 20,000, നാലാമത്തെ വർഷവും അഞ്ചാമത്തെ വർഷവും 18,000, ആറാമത്തെ വർഷം 12,000. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇയർ വലിയ എഴുതി, പിന്നെ അതാത് വർഷത്തെ ലാഭവും എഴുതി. പിന്നെ ഓരോ വർഷത്തെയും ലാഭം കൂട്ടി കൂട്ടി പോകണം. അടുത്ത വർഷം 30,000 തന്നെ അത് അതേപോലെ എഴുതും. രണ്ടാമത്തെ വർഷം 30,000 കൂടി രണ്ടാമത്തെ വർഷത്തെ ലാഭമായ 20,000 കൂട്ടണം. അപ്പൊ എത്ര കിട്ടും? 50,000 കിട്ടും. മൂന്നാമത്തെ വർഷം 50,000 20,000 കൂട്ടണം. എത്ര കിട്ടും? 70,000 കിട്ടും. നാലാമത്തെ വർഷം 20,000 രൂപ 18,000 കൂട്ടണം. 88,000 കിട്ടും. അഞ്ചാമത്തെ വർഷം 88,000 രൂപ 18,000 കൂട്ടണം. 1,06,000. നമ്മൾ ഇതുവരെ കൂട്ടിയാൽ മതി. കാര്യം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് 1 ലക്ഷമാണ്. അപ്പൊ ഇവിടെ 1,06,000 അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. വ്യത്യസ്തമായ വർഷങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് ലാഭം വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ലാഭത്തെ കൂട്ടി കൂട്ടി എഴുതേണ്ടി വരും. ഒന്നാമത്തെ വർഷം 30,000, രണ്ടാമത്തെ വർഷം 30,000, രണ്ടാമത്തെ വർഷം ലാഭമായ 20 ചേർത്ത് 50, 50-നോടുകൂടി മൂന്നാമത്തെ വർഷത്തെ ലാഭം കൂട്ടി 20,000 കൂട്ടി 70, 70-നോടുകൂടി 18 കൂട്ടുമ്പോൾ 88, 88-നോടുകൂടി 18 കൂട്ടുമ്പോൾ 1,06,000. മനസ്സിലായല്ലോ? ഇപ്പൊ ഇനി നോക്കുക. ഒന്നാമത്തെ വർഷം റീകൂപ്പ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ വർഷം ആയപ്പോൾ 50,000 മൂന്നാമത്തെ വർഷം ആയപ്പോൾ 70,000 നാലാമത്തെ വർഷം ആയപ്പോൾ 88,000 നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. പക്ഷേ അഞ്ചാമത്തെ വർഷം ആയപ്പോൾ 1,06,000 ആണ്. നമുക്ക് പേ ബാക്ക് പീരീഡ് മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക എപ്പോഴും തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പൊ നാലാമത്തെ വർഷമായപ്പോൾ മൊത്തം കിട്ടിയില്ല. എന്നാൽ അഞ്ചാമത്തെ വർഷമായപ്പോഴോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതൽ പോയി. അപ്പൊ നമുക്ക് എങ്ങനെ അതിന്റെ ആൻസറിലേക്ക് പോകാനാണ് നോക്കുന്നത്. അപ്പം പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഈസ് ഈക്വൽ ടു 4 വർഷം കംപ്ലീറ്റ് ആയിട്ട് വേണം. 4 years പ്ലസ് 4 years പ്ലസ്
നമ്മുടെ പ്രോജക്റ്റിന്റെ തുക എത്രയാണ്? 1 ലക്ഷം അല്ലേ? ഇവിടെ ഇപ്പൊ എത്ര ഉണ്ട്? 88,000 ഉണ്ട്. 88,000 നിന്ന് 1 ലക്ഷത്തിലേക്ക് എത്ര വേണം? 12,000 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് എത്ര എഴുതണം? 12,000. ഇവിടെ എത്രയുണ്ട്? 1,06,000 അല്ലേ? 88,000 1,06,000 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 18,000. ഇൻറ്റു 12. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞതാ. 4 വർഷം കംപ്ലീറ്റ് ആയപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന് 1 ലക്ഷമാണ് ആയിട്ടുണ്ടാ? ഇല്ല. പക്ഷെ 5ാമത്തെ വർഷമായപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതലായിട്ട് എമൗണ്ട് ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4 വർഷം പൂർണ്ണമായിട്ട് വേണം. 5ാമത്തെ വർഷം, അതായത് നമ്മളിവിടെ 88,000 നിന്ന് 1 ലക്ഷത്തിലേക്ക് എത്താൻ 12,000 വേണം. അത് 12,000 ഡിവൈഡ് ബൈ ഇവിടെ 1,06,000 അല്ലേ? 88,000 1,06,000 നമ്മുടെ വ്യത്യാസം എത്രയാണ്? 18,000. അപ്പൊ 12,000 ഡിവൈഡ് ബൈ 18,000 ഇൻറ്റു 100 ഇൻറ്റു 12 എന്ന് വെച്ചാൽ 12 മാസം എന്നാണ്. അപ്പൊ 4 ഇയേഴ്സ് പ്ലസ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ 8 കിട്ടും. 8 എന്ന് പറയുന്നത് മാസമാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 4 വർഷവും 8 മാസവും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. എന്താണ് ഏണിങ്സ് അതുപോലെ എഴുതുക. ഏണിങ്സിന്റെ എമൗണ്ട് ക്യുമുലേറ്റ് ചെയ്ത് എഴുതുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 12,000 എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 4 വർഷം മുമ്പിലായപ്പോൾ 88,000 ഉണ്ട്. നമ്മുടെ പ്രോജക്റ്റ് എത്രയാണ്? 1 ലക്ഷമാണ്. അപ്പം 1 ലക്ഷത്തിൽ നിന്ന് 88,000 കുറയ്ക്കുമ്പോൾ 12,000. അതാണ് ഈ 12,000. എങ്ങനെയാണ് 18,000 വന്നത്? ഈ 88,000 അടുത്ത വർഷത്തെ 1,06,000 പോയി നിൽക്കുന്നത്. അത് നമ്മുടെ വ്യത്യാസമാണ് ഈ 18,000. ആ 12,000 18,000 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ മാസമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 12 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 8 മാസം കിട്ടും. അപ്പൊ ഈ പ്രോജക്റ്റ് നമ്മൾ നടപ്പിലാക്കിയാൽ 4 വർഷവും 8 മാസവും കൊണ്ട് നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ എന്താണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട 3 വ്യത്യസ്തമായ പ്രോബ്ലങ്ങൾ ചെയ്തു. 3 വ്യത്യസ്തമായ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2 കണക്കുകൾ നമ്മൾ ചെയ്ത് യൂണിഫോമായിട്ട് ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. 3ാമത്തെ ചെയ്ത കണക്ക് വ്യത്യസ്തമായ ക്യാഷ് ഇൻഫ്ലോ വരുന്ന കണക്കാണ് നമ്മൾ ചെയ്തത്. അപ്പം പേ ബാക്ക് പീരീഡ് ഇനി നമ്മൾ ഒരുപാട് മെത്തേഡ് വേറെയും പഠിക്കുന്നുണ്ട്. അപ്പോൾ പേ ബാക്ക് പീരീഡിന് അതിൻ്റെതായ ചില നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട്. അതായത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് പേ ബാക്ക് പീരീഡിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഒന്നാമത്തെ, ഇറ്റ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ കണക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. എന്തെന്ന് പറയുന്നത് പേ ബാക്ക് പീരീഡ്. നമ്മളിപ്പം ചെയ്ത കണക്ക് തന്നെയാണ്, വളരെ സിമ്പിളാണ്. നമ്മൾ എത്രയാണ് നമ്മുടെ കോസ്റ്റ്, എത്രയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ. അപ്പോൾ ആ കോസ്റ്റിനെ ക്യാഷ് ഫ്ലോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും. അപ്പം കണക്ക് ചെയ്യാനായിരുന്നാലും മനസ്സിലാക്കുവാനായിരുന്നാലും ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ്. And to show how soon cost of purchasing an asset will be recovered. നമ്മളൊരു അസറ്റ് വാങ്ങിച്ചാൽ എത്ര പെട്ടെന്ന് ആ പൈസ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്. ഇപ്പൊ രണ്ടാമത് പറയുന്നു, നമ്മൾ ഒരു അസറ്റ് വാങ്ങുകയാണെങ്കിൽ ആ പൈസ അല്ലെങ്കിൽ അതിന് ചിലവാകുന്ന എമൗണ്ട് എത്രയും നേരത്തെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മളിത് ചെയ്യുന്നത്. 3, estimates of inflows are not done for very long period and hence more accurate. നമുക്കറിയാം, നമ്മളിപ്പം കണക്ക് ചെയ്തതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ മെത്തേഡ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന തുകകൾ എന്താണ്? ഹ്രസ്വകാലത്തേക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും വളരെ കൃത്യമായിട്ടുള്ള എമൗണ്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്, ഇപ്പോൾ 10 വർഷമോ 25 വർഷമോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ മുൻധാരണയൊക്കെ തെറ്റാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ 1 വർഷം 2 വർഷമോ 3 വർഷമോ 4 വർഷമോ ഒക്കെ ആയിരിക്കും നമ്മൾ പേ ബാക്ക് പീരീഡ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കിട്ടുന്ന അവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന തുക കൃത്യമായിരിക്കും. അതായത് ഷോർട്ട് ടൈം അപ്രോച്ച് റെഡ്യൂസസ് ലോസ് ത്രൂ ഒബ്സലസൻസ്. എന്താണ് ഒബ്സലസൻസ്? ഫാഷനിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, ടെക്നോളജിയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം. അപ്പം നമ്മളതൊരു അസറ്റ് വാങ്ങി വേറെ പ്രശ്നമൊന്നും കാണത്തില്ല. പക്ഷേ സാങ്കേതിക വിദ്യയിലോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇഷ്ടാനുഷ്ഠങ്ങളൊക്കെ പെട്ടെന്ന് മാറുമ്പോൾ ആ മെഷീൻ കൊണ്ട് ഒരു വിലയില്ലാതാകും. അതിനെ പറഞ്ഞ പേരാണ് ഒബ്സലസൻസ്. അപ്പോൾ നമ്മുടെ പ്രത്യേകത പേ ബാക്ക് പീരീഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട്
ഒബ്സലസൻസ് എന്ന ഒരു പ്രശ്നത്തിലൂടെ കൂടെ നമുക്ക് നഷ്ടസാധ്യത ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. It is beneficial for a business suffering from shortage of cash because capital invested will be converted into cash quickly. എന്ത് പറയുന്നു? സാമ്പത്തികമായി അല്ലെങ്കിൽ ഫണ്ടിനൊക്കെ ദൗർലഭ്യം അല്ലെങ്കിൽ ഫണ്ടിനൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഈ മെത്തേഡാണ് നല്ലത്. കാര്യം എന്താ? ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കാലം കാത്തിരിക്കേണ്ട കാര്യം എന്താണ്? എത്രയും പെട്ടെന്ന് ആണ് നമ്മൾ ഈ മെത്തേഡിലൂടെ ക്യാഷ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ക്യാഷിനൊക്കെ ദൗർലഭ്യം നേരിടുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഈ മെത്തേഡാണ് നല്ലത്. ലാസ്റ്റ് വൺ, ഇറ്റ് ആക്സസ് എ യാർഡ്സ്റ്റിക് കമ്പയറിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ടു പ്രോജക്റ്റ്. രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ പ്രോജക്റ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അത് ഏറ്റവും കുറച്ച് കാലാവധിയുള്ള പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പം പല പ്രോജക്റ്റുകളെയും താരതമ്യം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? പേ ബാക്ക് പീരീഡ് മെത്തേഡ് ആണ്. അപ്പൊ ഒന്നുകൂടെ അഡ്വാൻറ്റേജ് പറഞ്ഞു തരാം. ആദ്യം പറഞ്ഞത് കണക്കൂട്ടാനും മനസ്സിലാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. രണ്ടാമത് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ക്യാഷ് തിരിച്ചു പിടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. മൂന്നാമത് പറഞ്ഞത് എന്താണ്? ഇതിന് നമ്മൾ കണക്കാക്കുന്ന എമൗണ്ടുകളൊക്കെ വളരെ ഹ്രസ്വകാലത്തേക്കുള്ളതാണ്, അതുകൊണ്ട് ആക്യുറേറ്റ് ആയിരിക്കും. നാലാമത് പറഞ്ഞത് ഒബ്സലസൻസിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു. അഞ്ചാമത് പറഞ്ഞത് ഫണ്ടിനൊക്കെ ഭയങ്കരമായിട്ട് ദൗർലഭ്യം നേരിടുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഈ മെത്തേഡാണ് നല്ലത്. ലാസ്റ്റ് വൺ എന്താണ്? ഒന്നിലധികം പ്രോജക്റ്റുകൾ താരതമ്യം ചെയ്യുമ്പോൾ, പ്രോഫിറ്റബിലിറ്റി താരതമ്യം ചെയ്യുമ്പോൾ ഈ മെത്തേഡ് വളരെ അനുയോജ്യമാണ്. അപ്പം നേട്ടങ്ങളെ പോലെ തന്നെ ഏതൊരു മെത്തേഡിനെ പോലെ ഇതിന് ചില കോട്ടങ്ങളുണ്ട്. ഒന്നാമത് പറയുന്നത് ഇറ്റ് കൺസിഡേഴ്സ് ഓൺലി ദി റിക്കവറി ഓഫ് എ പർച്ചേസ് കോസ്റ്റ്, നോട്ട് ദ പ്രോഫിറ്റ് ഏൺഡ് ഡ്യൂറിംഗ് ദ വർക്കിംഗ് ലൈഫ് ഓഫ് ദി അസറ്റ്. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. എന്താണ് പറയുന്നത്? ഈ നമ്മൾ ചിലവാക്കിയ തുക എത്ര കാലം കൊണ്ട് തിരിച്ചു പിടിക്കുന്നുള്ള ഒറ്റ കാര്യമേ നോക്കുന്നുള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് നോക്കാൻ നമ്മൾ പറ്റുന്നില്ല. അതായത് നമ്മൾ ഒരു പ്രോജക്റ്റ് വാങ്ങിച്ചു, അതിന്റെ പേ ഓഫ് പീരീഡ് 5 വർഷമാണെങ്കിൽ ആ 5 വർഷത്തെ കാര്യം മാത്രമേ ഇത് പരിഗണിക്കുന്നുള്ളൂ. അല്ലാതെ 5 വർഷത്തിന് ശേഷം ഇത് 10-15 വർഷമൊക്കെ ഇത് വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിലും അത് പരിഗണിക്കുന്നതേ ഇല്ല. അതാണ് ഒന്നാമത്തെ പോരായ്മ. രണ്ട്, ഇറ്റ് ഇഗ്നോർസ് ദ ഫാക്ട് ദാറ്റ് പ്രോഫിറ്റ് ഫ്രം ഡിഫറെന്റ് പ്രോജക്ട്സ് മേ അക്രൂ അറ്റ് ആൻ അൺഈവൻ റേറ്റ്. എന്താണ് അൺഈവൻ റേറ്റ് എന്ന് വെച്ചാൽ? നമുക്കറിയാവുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ തുടങ്ങി. ആ പ്രോജക്റ്റില് തുടക്കത്തിൽ തന്നെ ഭയങ്കര ലാഭവും അവസാനം ലാഭം അങ്ങനെ നിർബന്ധമില്ലല്ലോ. ചില പ്രോജക്റ്റുകൾ തുടക്കത്തിൽ നല്ല ലാഭമായിരിക്കും, അവസാന വർഷങ്ങളിൽ വൻ നഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ലാഭം കുറവായിരിക്കും. വേറെ ചില പ്രോജക്റ്റ് നേരെ തിരിച്ചായിരിക്കും. തുടക്കത്തിൽ വലിയ ലാഭമൊന്നും കാണില്ല, പക്ഷെ അവസാനം കാലങ്ങൾ കഴിയുന്നതോറും ലാഭം കൂടി വരും. പക്ഷേ ഈ പ്രോജക്റ്റ് നമ്മുടെ ഈ പേ ബാക്ക് മെത്തേഡിന്റെ പീരീഡ് അനുസരിച്ച് എന്താണ്? അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ പരിഗണിക്കത്തില്ല. കാര്യം എന്താ? എത്രയും പെട്ടെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇപ്പോൾ ഭാവിയിൽ ഒരുപാട് ലാഭമുള്ള കാര്യം നോക്കുന്നില്ല. അതുകൊണ്ട് അതായത് തുടക്കത്തിൽ കുറച്ച് ലാഭവും എന്നാലും കാലാവധി കഴിയുന്നതോറും ലാഭം കൂടുന്ന പ്രോജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ മെത്തേഡ് ഒട്ടും നല്ലതല്ല. അടുത്ത 3, നോ കൺസിഡറേഷൻ ഓഫ് ദ ഫാക്ട് ദാറ്റ് മണി വാല്യൂ ഡിക്രീസസ് ഡേ ബൈ ഡേ. ഓരോ വർഷം കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും എന്താണ്? ലാഭമല്ല, നമ്മുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു സാധനം അടുത്ത വർഷം അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷം ആ 100 രൂപയ്ക്ക് കിട്ടാറില്ല. അതെന്താ? പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ ഇപ്പോൾ ഒന്നാമത്തെ വർഷം 1 ലക്ഷം രൂപ ലാഭം കിട്ടിയാണ്, 10ാമത്തെ വർഷം 1 ലക്ഷം ലാഭം കിട്ടുകയാണ്. അപ്പൊ ഈ 1ാമത്തെ വർഷം കിട്ടുന്ന 1 ലക്ഷം രൂപയെയും 10ാമത്തെ വർഷം കിട്ടുന്ന 1 ലക്ഷം രൂപയും ഒരേപോലെയാണ് കണക്കാക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വില ഉണ്ടാ? ഇന്ന് കിട്ടുന്ന 1 ലക്ഷം രൂപയ്ക്ക് 10 വർഷം കഴിഞ്ഞാൽ ആ 1 ലക്ഷം രൂപയ്ക്ക് അതേ വില കാണും? ഇല്ല. അപ്പൊ നമ്മുടെ ടൈം വാല്യൂ ഇതിൽ പരിഗണിക്കുന്നത്. ലാസ്റ്റ് വൺ, ഡസ് നോട്ട് കൺസിഡർ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഈസ് ദ ബേസ് ഫോർ സൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഏതൊരു നിക്ഷേപ തീരുമാനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ ഷെയർ ആണ് ഇഷ്യൂ ചെയ്യണം, അതിന് എത്ര ഡിവിഡൻഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യണം, എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ ഏത് മേഖലയിൽ നിന്നാണോ പണം കണ്ടെത്തുന്നത് അതിനുണ്ടാകുന്ന ചെലവിനെ പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കാര്യം ഈ പേ ബാക്ക് പീരീഡിലും പരിഗണിക്കുന്നില്ല. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പോരായ്മ. ഒന്നുകൂടെ ഓടിച്ച് പറയാം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് എന്ത് പറയുന്നു? നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു ആ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും നോക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞത് വ്യത്യസ്തമായ പ്രോജക്റ്റുകളിൽ പലപ്പോഴും പല റേറ്റിലായിരിക്കും നമുക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്ക് ഇത് പരിഗണിക്കത്തില്ല. മൂന്നാമത് പറഞ്ഞത് പണത്തിന്റെ മൂല്യം കണക്കാക്കുന്നില്ല. നാലാമത് പറഞ്ഞത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇതിൽ എടുക്കുന്നില്ല. ഇത്രയാണ് ഇതിന്റെ പോരായ്മ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്. ഇപ്പൊ ഒന്ന് പഠിച്ചത് എന്താണ്? പേ ബാക്ക് പീരീഡ് എന്താണ്?
അതിൻ്റെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്തു, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടോ ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്യുക. താങ്ക് യു.